മലബാർ എന്നൊരു നാമം പോലും അറിയാത്തവരും യാത്ര തിരിച്ചു. കെട്ടിയ പെണ്ണിനെ ഇട്ടേച്ചും ചിലർ കെട്ടിച്ചതിനെ കൂട്ടിക്കൊണ്ടും ചേട്ടനൊരുത്തൻ നാട്ടിലവനുടെ കൂട്ടക്കാരെല്ലാം മലബാറിൽ. കേട്ടോടിയ നമ്മുടെ ചാണ്ടിച്ചേട്ടൻ നാളെ പോകും മലബാറിന്. നമ്മുടെ കൊച്ചുപറമ്പും പുരയും തൊമ്മച്ചേട്ടന് നോട്ടവുമുണ്ട്. എന്തടിയൊന്നും മിണ്ടാത്തു നീ സ്വന്തക്കാരെ പിരിയാൻ മടിയോ? കെട്ടിയ പുരുഷൻ ഞാനാണെങ്കിൽ കെട്ടിയ പെണ്ണിനെ വിട്ടുതരേണം. ഒത്തൊരു പണവും വേണം. നാളെ 10 മണിക്ക് ഗമിച്ചിടേണം. പെണ്ണിനെ മലബാറിനു വിടില്ല, നിർണയം എന്നുടെ കണ്ണടയാതെ. കുഞ്ഞിനുടുപ്പില്ലെന്നു പറഞ്ഞൊരു മർജുളവാണി കരഞ്ഞിടും. അപ്പോൾ കമ്മല് പോയതു തീർത്തില്ലെന്നൊരു പെൺമണി ബഹളം കൂട്ടിയിടുന്നു. പുത്രനൊരുത്തനു ഷർട്ടിന് ശാഠ്യം, ശത്രമൊരുത്തനു പുതിയതു വേണം. പാതകമില്ലെന്നൊരുവന് ഖേദം, മോതിരമില്ലെന്നവരനു ദുഃഖം. ഇത്ര ജനങ്ങൾ പോകുന്നെന്നുടെ ഭർത്താവേതാൻ എന്തറിയുന്നു? പുത്രകൾ എത്ര രക്ഷിപ്പോരോ ധാത്രിയും ഇപ്പോൾ മലബാറെത്തി. തെല്ലൊരു സമയം കളയരുതിനി നാം നെല്ലിൻ വിലയതു കൂടി വരുന്നു. ചട്ടികൾ കൊട്ടകളും കാൽപ്പെട്ടികൾ കൊട്ടകൾ കെട്ടിയെടുത്തു. എട്ടാസനമതിൽ 80 പേരെ ഇട്ടു ഞെരുക്കും. ബസ്സിൽ കയറി വാവര് തൂങ്ങും മാതിരി തൂങ്ങിയിട്ടങ്ങിനെ ആലുവായെത്തി. കൂലിക്കാരെന്നുള്ളൊരു കോലന്മാരുടെ പിടിയിൽപ്പെട്ടു. അവരുടെ പിടിപെട്ടുടനെ മറ്റൊരു കടുവാക്കൂട്ടിൽ ചെന്ന് പതിച്ചു. പരിശോധകരം പരിശക്കൂട്ടം പരിതാപകരം പറവാൻ വയ്യ. കഷ്ടതയെല്ലാം തീർന്നിടും ഈ തീവണ്ടിയിലേക്ക് എന്ന് നിലച്ചു. കഷ്ടമേ ദുഷ്ടക്കൂട്ടം പോർട്ടൊരു കെട്ടിയ വലയിൽ പെട്ടുകുടുങ്ങി. സാധനമൊന്നും പോകത്തില്ല, തൂക്കണമെല്ലാം ഗുഡിസിൽ പോണം. ഉറുപ്പിക പത്തിക തന്നേച്ചെന്നാൽ ഇപ്പടിയുടനെ കയറ്റി അയക്കാം. റീപാസിനൊരു റുപ്പിക വേണം, വേഗം വേണം, വണ്ടി വരാറായി. ഇവരുടെ കൂടും കുലവും സന്തതി ധനവും കൂടി നശിക്കട്ടെന്നും കരുതി കരള് കരിഞ്ഞി രൂപ 11 പരിശോട് കൊടുത്തു. ഷൊർണൂരെത്തിയ നേരത്തേക്കും 90 ചിലവായി കഷ്ടം. പിന്നീടുള്ളൊരു 10 കൊണ്ട് കോഴിക്കോട്ടൊരു ഹോട്ടലിലെത്തി. ഇഷ്ടന്മാരും നാട്ടുജനങ്ങളും ഒട്ടേറെ കണ്ടോട്ടലിലപ്പോൾ. ചേട്ടാ, എവിടുന്നാണ് വരുന്നത്? നാട്ടുവിശേഷം അതെന്തെല്ലാമോ? അരിമണ്ണെണ്ണ ലഭിക്കുന്നുണ്ടോ? ഗുരുതരമാണോ കൺട്രോളെല്ലാം? സ്ഥലമെങ്ങാനും വാങ്ങിച്ചോ? താൻ വിലയോ കൂടി വരുന്നത് കേട്ടോ? താനാണേടോ ഐസി ചാക്കോ? പേരാവൂരിൻ എന്തൊരു കുറ്റം? മറ്റൊരു സ്ഥലമിൽ ഇതുപോൽ തെങ്ങിന് കുറ്റിയാടിക്ക് സമാനം ചേട്ടാ. വയലിനാശ തനിക്കുണ്ടെങ്കിൽ വയനാട്ടിൽ താൻ പോരുക ചേട്ടാ. ചീതമ സഖ്യം പോകേണ്ട ശാശ്വതമല്ലേ താമസം അവിടെ? നിലമാണാഗ്രഹമെങ്കിൽ പോരൂ നിലമ്പൂരേക്കുണ്ടുടനെ. ഞാനും താമരശ്ശേരിക്കുണ്ടിക ഞാനും താമസമില്ലേലൊന്നിച്ചാകാം. പനി കണ്ടൊരുവൻ കിടുകിടവറയോട് വടിയും കുത്തിയടുത്തുര ചെയ്തു. മലബാറെല്ലാം ചരളല്ലേടോ, തൊലയാമെങ്കിൽ കൊള്ളാമവിടം. ആശക്കോട്ട പടുത്തൊരു ഭാവം ബേസൽ കേട്ടിടി വെട്ടേറ്റതുപോലെ ഇവിടുന്നെങ്ങോ പോയി മറഞ്ഞു. ദൈവം മാത്രം ഗതിയവനോർത്താൽ. ഇങ്ങനെ വന്നടിയുന്ന ജനങ്ങളുടെ സംഖ്യയ്ക്കുണ്ടോ? സംഖ്യയതുള്ളൂ. പേരാമ്പറയെന്നോർത്ത് ഗമിച്ചവരെത്തിയതോർത്താൽ പേരാവൂര്. കണ്ണൂരേക്ക് തിരിച്ചവരിൽ ചിലർ കണ്ണോത്തെത്തിയതായി അറിയുന്നു. സന്ദയനത്തിനടുത്ത് വസിച്ചവരെന്തൊരു ചന്തമിതന്തരമോർത്താൽ. പാമ്പാടിക്കൊരു പാമ്പക്കടയും കൂടല്ലൂരിന് കുടയത്തൂരും. കുത്തിക്കാരൻ ചാക്കോച്ചേട്ടന് തൊട്ടത് മുട്ടൻ ചാണ്ടിച്ചേട്ടൻ. മണിമലയുള്ളൊരു രാമച്ചാരുടെ അരികെ മാമല കോന്തിച്ചോകോൻ. മുണ്ടൂർക്കാരൊരു മുണ്ടത്തിൻകര അങ്ങേച്ചരിവ് കരിങ്കുന്നങ്കാർ, ഇങ്ങേച്ചരിവതു പൊൻകുന്നങ്കാർ. പുഴയുടെ കരയിൽ മറുകരയെങ്കിൽ മറുകരയുള്ളത് കൈപ്പഴിയുള്ളോർ. പൂഞ്ഞാറിനൊരു തല പാലായെങ്കിൽ ഇങ്ങേക്കരയതു മീനച്ചിക്കാർ. ഇങ്ങനെ മോരും മുദ്ര കണക്ക് ചങ്ങാതികളെ കൊണ്ടു നിറഞ്ഞു. കാട്ടികരഞ്ഞു നടന്നൊരു കാട്ടിൽ കുട്ടികരച്ചിൽ കേട്ടു തുടങ്ങി. എന്തൊരു ചന്തമിതന്തരമോർത്താൽ. പാമ്പാടിക്കൊരു പാമ്പക്കടയും കൂടല്ലൂരിന് കുടയത്തൂരും. കുത്തിക്കാരൻ ചാക്കോച്ചേട്ടന് തൊട്ടത് മുട്ടൻ ചാണ്ടിച്ചേട്ടൻ. മണിമലയുള്ളൊരു രാമച്ചാരുടെ അരികെ മാമല കോന്തിച്ചോകോൻ. മുണ്ടൂർക്കാരൊരു മുണ്ടത്തിൻകര അങ്ങേച്ചരിവ് കരിങ്കുന്നങ്കാർ, ഇങ്ങേച്ചരിവത് പൊൻകുന്നങ്കാർ. പുഴയുടെ കരയിൽ മറുകരയെങ്കിൽ മറുകരയുള്ളത് കൈപ്പഴയുള്ളോർ. പൂഞ്ഞാറിൻ്റെ ഒരു തല പാലായെങ്കിൽ ഇങ്ങേക്കരയത് മീനച്ചിക്കാർ. ഇങ്ങനെ മോരും മുദ്ര കണക്കെ ചങ്ങാതികളെ കൊണ്ടു നിറഞ്ഞു.
മലബാറിന് നാം വന്നതുകൊണ്ടോ മലയെല്ലാം കൃഷി ചെയ്തതുകൊണ്ടോ മതിയായിടുമോ മതിമാന്മാരെ? സകലേശൻ തുണ വേണമെന്നാകിൽ വാശി വഴക്ക് കളഞ്ഞിടേണം, മോശക്കൂട്ടുപടിഞ്ഞിടേണം, കൽപ്പന 5 കാത്തിടേണം, 10 പ്രമാണം കാത്തിടേണം, ശുദ്ധവിശുദ്ധി വരുത്തിയിടേണം, കള്ളു കുടിക്ക നിർത്തിയിടേണം, സത്യസഭയ്ക്ക് പ്രചാരം വരുവാൻ സത്വരമായി നാം ശ്രദ്ധിക്കണം.